മഞ്ചാടി മാല ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും വാങ്ങിയിട്ട് മഞ്ചാടി മറന്ന കഥയല്ലേ ഞാൻ ആദ്യം പറഞ്ഞു നിർത്തിയത്. ഇനി ബാക്കി അറിയണ്ടേ മഞ്ചാടി പറക്കിയ കഥ. ഞാൻ നിൽക്കുന്നിടത്ത് എനിക്ക് ഏക അറിയാവുന്ന മഞ്ചാടി മരം ഇതാ. 50 രൂപയുടെ മഞ്ചാടി കടയിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ലാഭം പിടിക്കാൻ വേണ്ടി 100 രൂപയ്ക്ക് ഓട്ടോ പിടിച്ച് മഞ്ചാടി പറക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മഞ്ചാടി പറക്കാൻ വേണ്ടി മാത്രമായിട്ട് പോകല, ചുമ്മാ ഒന്ന് പറക്കുന്ന മോശമല്ലെന്ന് വെച്ചിട്ട് കയറി ഒരു ചായയും പഴംപൊരിയും കൂടെ കഴിച്ചു. സാധാരണ ഞാൻ എപ്പോൾ വന്നാലും ഈ മുറ്റം നിറയെ മഞ്ചാടിയാ. ഇന്ന് വന്നപ്പോൾ ഒറ്റ മഞ്ചാടിയില്ല, അവിടെ ഇവിടെ 3-4 കിടപ്പുണ്ട്. ചോദിച്ചവൻ പറഞ്ഞത് മഴയുള്ളപ്പോൾ വന്നാൽ കിട്ടില്ല, വെയിലുള്ളപ്പോഴേ മഞ്ചാടി കിട്ടുള്ളൂ എന്ന്. പിന്നെ അവിടെ ഇവിടെയും കിടക്കുന്നതൊക്കെ നുള്ളി പറക്കുന്ന കണ്ടിട്ടാണോ വന്നവരും നിന്നവരും പോയരും എല്ലാം എനിക്ക് മഞ്ചാടി പറക്കി സഹായിച്ചു. എന്റെ കഷ്ടപ്പാട് കണ്ടിട്ടാണോ എന്നറിയില്ല, അവിടെ ജോലി എന്നൊരു ചേട്ടൻ പിന്നെ ഒരു തോട്ടി എടുത്തുകൊണ്ടൊന്ന് മുകളിൽ നിന്ന് കുറച്ച് കുടഞ്ഞിട്ട് തന്നു. മതി, ഇത്രയും മതി. ഒരു മാല ഉണ്ടാക്കാനുള്ളത് ഇതിൽ കൂടുതലുണ്ട്. വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു. ദാ എല്ലാം ഒരേ ഷേപ്പൊന്നും അല്ല കേട്ടോ, കുറച്ച് ഇറഗുലർ ഷേപ്പൊക്കെയാണ്. ഇവനാണ് നമ്മുടെ താരം, മഞ്ചാടിയിൽ ഹോൾ ഇടുന്ന മെഷീൻ. നമുക്ക് ആവശ്യമായ ഹോളിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഈ പിന്ന് മാറ്റിയിട്ട് കൊടുക്കാം. ഇതിന് 2-3 പേര് വേറെ നമുക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം എനിക്ക് കുറച്ചുപേര് DM അയച്ചിരുന്നു ഇതിന്റെ ലിങ്ക് ഉണ്ടോ എന്ന് വെച്ചിട്ട്. ഞാൻ ഇത് ഓൺലൈൻ വാങ്ങിയതല്ല, ഞാൻ ഇതൊരു കടയിൽ നിന്ന് പോയി നേരിട്ട് വാങ്ങിയതാ. ബട്ട് ഇത് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്റ്റോറി ഹൈലൈറ്റിലും കൊടുത്തേക്കാം. പറയുന്ന പോലെ കാണുന്ന പോലെ ഒന്നും എളുപ്പമല്ല നമുക്ക് ഇതിനകത്തൊരു ഹോൾ ഇടാനായിട്ട്. നല്ല ക്ഷമയും വേണം, കെയർഫുള്ളും ആയിരിക്കണം. വർക്കിംഗ് ഒക്കെ വളരെ ഈസിയാണ്. എന്റെ ബാക്കിലൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. മുന്നേ പറഞ്ഞ പോലെ മഞ്ചാടി ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. ഇനി ഞാൻ ചെയ്യുന്ന രീതി തെറ്റായതാണോ ഈ ടൂള് ചീത്തയായതാണോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഇതിൽ ഹോൾ വീഴുന്നേ ഇല്ല. അവസാനം ഒരു ചെറിയ കുത്ത് അതിനകത്ത് വീണു. അതൊരു ലോട്ടറി ആയിരുന്നു. പിന്നെ ഞാൻ അതി പിടിച്ചാൽ കയറി. ഇനിയും വീഡിയോ ലോങ് ആക്കിയാൽ ബോറടിക്കും. അപ്പൊ ശരി, ബാക്കി അടുത്ത വീഡിയോ കാണിക്കാം.